ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. ഡിയോഡാപ്പ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതിലൂടെ നമുക്ക് ഡെയിലി ഉപയോഗത്തിന് പറ്റിയ ഒത്തിരി സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റ്. ഡിയോഡാപ്പ് എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഈ കാണുന്ന ഒരു വാട്ടറിങ് ആൻഡ് വാഷിംഗ് സ്പ്രേയറാണ്. ഞാൻ ഓർഡർ ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാധനമാണിത്. 36 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് കേബിൾ ക്ലിപ്സ് ആണ്. മൾട്ടി പർപ്പസ് കേബിൾ ഓർഗനൈസർ. നമ്മുടെ മൊബൈലിൻ്റെ വയറൊക്കെ താഴെ വീണ് ഡിസോർഡറായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 28 രൂപയാണ്. സാധാരണ നമ്മൾ മറ്റു വെബ്സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല വിലയാവും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത് നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ കാണുന്നത് ഒരു ഡസ്റ്റിംഗ് സ്റ്റിക്കാണ്. നമ്മുടെ ഡോറിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ഡസ്റ്റിംഗ് ക്ലീനർ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വിലയും 28 തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഒരു സേഫ്റ്റി ഗ്ലൗസ് ആണ്. റബ്ബറിൻ്റെ ആണ്, റീയൂസബിൾ ആയിട്ടുള്ള ഹാൻഡ് ഗ്ലൗസ് ആണ്. ഇത് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാനും ഗാർഡനിങ്ങിനും സാനിറ്റേഷനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വെറും 25 രൂപയാണ്. ഇനി അടുത്തത് കാണിക്കുന്നത് മൾട്ടി കളേർഡ് പെൻസിൽസ് ആണ്. ഇതിൽ 13 പീസിൻ്റെ ഒരു സെറ്റ് പെൻസിലാണ്. ഇതിൻ്റെ വില 24 രൂപയാണ്. കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ 24 രൂപയ്ക്ക് ആ ഒരു പെൻസിൽ സെറ്റ് നമുക്ക് വാങ്ങിക്കാം. ഇനി ഇതൊരു ഡോർ ഹൂക്ക് ഹാങ്ങറാണ്. ഇതിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ കീ, ഡോറിൻ്റെയൊക്കെ കീ അതുപോലെ തന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് തൂക്കിയിടാൻ പറ്റുന്നതാണ്. കണ്ടാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ ഉള്ളൊരു ഹാങ്ങറാണ്. 23 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഇനി ഇത് നമ്മൾ മീനിൻ്റെയൊക്കെ ചിതമ്പല് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്കെയിൽസ് കളയാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ വില 23 രൂപയാണ്. ഒരു പീസിൻ്റെ വിലയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതൊരു വിൻഡോ ഗ്രൂവ് ക്ലീനറാണ്. അതായത് നമ്മുടെ കാറിൻ്റെയൊക്കെ ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. 19 രൂപയാണ് ഇതിൻ്റെ വില ഈ ഒരു സൈറ്റിൽ. നമ്മളിത് വേറെ സൈറ്റിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല വിലയായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത്രയും കുറഞ്ഞ വിലയിൽ മറ്റു സൈറ്റുകളിലൊക്കെ ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഓരോ സാധനങ്ങൾക്കും ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ തന്നെ ആ പ്രൈസിൽ നമുക്കത് കിട്ടും. ഇത് ലോക്കാണ്. നമ്മുടെ ബാഗൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിപ്പർ അല്ലെങ്കിൽ ലോക്കാണ്. ഇതിൻ്റെ വില 18 രൂപയാണ്. ഇനി ഇത് പ്ലാസ്റ്റിക് മെഷറിംഗ് കപ്സാണ്. നമ്മുടെ കിച്ചണിലൊക്കെ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. 8 പീസസ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇതിനെല്ലാത്തിനും കൂടി 17 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. മൾട്ടി കളർ ക്ലോത്ത് ക്ലിപ്സ് ആണിത്. 12 ക്ലിപ്പുകൾ അടങ്ങിയ ഒരു സെറ്റാണ്. ഇതിൻ്റെ വില 17 രൂപയാണ്. ഇതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. ക്ലോത്തൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്.
ഇതൊരു പ്ലാസ്റ്റിക് ക്രിക്കറ്റ് ബാറ്റാണ്. ബാറ്റും ബോളും കൂടി അടങ്ങിയൊരു സെറ്റാണ്. ഇതിൻ്റെ വില 16 രൂപയാണ്. 16 രൂപയ്ക്ക് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടുന്നത് വളരെ ലാഭമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ഇത്രയും കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സൈറ്റിലൂടെ വാങ്ങിക്കാം. ഈ കാണുന്നതൊരു മൊബൈൽ സ്റ്റാൻഡാണ്. എന്നാൽ അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ഹൂക്കും കൂടിയും കാണാം, ഒരു ഹൂക്ക് ഡിസൈൻ പോലെ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ്. അതിന് എത്രത്തോളം വെയിറ്റ് നമ്മൾക്ക് ഹാങ് ചെയ്തിടാം എന്നുള്ളത് അത് നമ്മളുടെ ഈ ഓർഡർ വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ അസസ് ചെയ്ത് പറയാം. ഇനി അടുത്തത് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വൈപ്പറാണ്, വൈപ്പിംഗ് ടവലാണ്. മൈക്രോ ഫൈബർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഡ്രൈയിങ് മൈക്രോ ഫൈബറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റിക് ലെമൺ സ്ക്യൂസ് അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു വില, ഇത് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ കാണാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്യാസ് ലൈറ്ററാണത്. കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്യുന്നതേ ഉള്ളൂ. ആ ഓർഡർ കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ഇത് ബനാന കേസ് ലഞ്ച് ബോക്സ് ആണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബനാനയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ബാഗിൽ അത് വെക്കുമ്പോൾ അത് ഡീക്കേ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സിലാണെങ്കിൽ ഇങ്ങനൊരു കേസിൽ വെച്ചാൽ അത് കുറച്ച് സമയം കൂടി ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ്. 13 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയുടെ തന്നെയാണിത്. പിന്നെ ഇത് ബനാന മാത്രമല്ല, വേറെ വെജിറ്റബിൾസ് അതിൽ ആ ഒരു ബോക്സിൽ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. സ്ക്രാച്ചർ ബാക്ക് സ്റ്റിക്കാണ്. ഇതിൻ്റെ പ്രൈസ് 12 രൂപയാണ്. ഈസിലി ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു റെയിൻ കോട്ടാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 11 രൂപയേ ഉള്ളൂ ഈ ഒരു റെയിൻ കോട്ടിന്. ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്താൽ തന്നെ ആ ഒരു ചെറിയ വിലയ്ക്ക് നമുക്കത് വാങ്ങിക്കാം. സ്മോൾ ആണെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ കയ്യിൽ ആ ഒരു സാധനം വന്നതിന് ശേഷം നമുക്ക് അത് കാണാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കെയിലാണ്. അത് ഒരെണ്ണമാണ്. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ വിലയാണ് 11 രൂപ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് മെഷറിംഗ് ടൂളാണ്. 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണത്. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് മഗ്ഗാണ്. ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മഗ്. ഇതിൻ്റെ വില വെറും 10 രൂപയാണ്. പുറത്തുനിന്നൊക്കെ നമ്മൾ ഒരു മഗ് വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതൽ വിലയാകും. 50-55 അല്ലെങ്കിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 30 രൂപയെങ്കിലും ആകും. പക്ഷേ ഇതിന് വെറും 10 രൂപയാണുള്ളത്. ഇനി ഈ കാണുന്നത് നല്ല അട്രാക്റ്റീവ് കളറിലൊക്കെ ഉള്ളൊരു ബേർഡിൻ്റെ ഷേപ്പിലുള്ളൊരു ഫോക്കാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ അത് പിക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനർ ഫോക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്ത് ഓരോ ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കുന്നത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഒരു സെറ്റ്, അതിനാണ് 10 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ബോൾ പോയിൻറ്റ് ഫങ്ഷൻ പെന്നാണ്. ഇതിൻ്റെ വേറൊരു എക്സ്ട്രാ ഇതിൻ്റെ ഒരു ഫങ്ഷനും കൂടി ഉണ്ട്. അതായത് മൊബൈൽ സ്റ്റാൻഡായിട്ട് കൂടി ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത്
ഇവർ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായി വരും എന്നുള്ളത് ആ ഒരു പേന നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പേന ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് നമ്മളുടെ മൊബൈൽ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു പെൻ സ്റ്റാൻഡ് ആയിട്ട് കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വില 9.5 രൂപയാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് മൾട്ടി സർഫസ് പ്ലാസ്റ്റിക് ഡസ്റ്റ് പാൻ ആണ്. വെറും 8.5 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരൊറ്റ ക്വാണ്ടിറ്റിയുടെ വിലയാണത്. പിന്നെ നമ്മളുടെ പേപ്പർ കട്ടറുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ടത് ഒരു ആവശ്യം വരുന്ന ഒരു ടൂളാണ് പേപ്പർ കട്ടർ. പ്ലാസ്റ്റിക് ഫണലാണ്. കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഫണലുണ്ട്. വെറും 8 രൂപയാണ് ഇതിൻ്റെ വില. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ കയറുമ്പോൾ ഒത്തിരി സാധനങ്ങൾ, നമ്മൾ ഡെയിലി യൂസിന് വേണ്ട ഒത്തിരി സാധനങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു സിസറിൻ്റെ വില ഇവിടെ കൊടുത്തേക്കുന്നത് വെറും 7.5 രൂപയാണ്. ഈ കാണുന്നത് ഒരു ജെൽ പെൻ ഇറേസറിനാണ് ഇവർ കൊടുത്തേക്കുന്നത്. ജെൽ പെന്നിൻ്റെ ഇങ്ക് ഇറേസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇത് ഒരു പീസിന് വെറും 7 രൂപയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രേറ്ററാണ്. ഡെയിലി നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗ്രേറ്ററാണ്. നമ്മൾ പലരും പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ സ്റ്റീലിന് വെറും 7 രൂപയാണ് ഇവിടെ ഈ ഒരു സൈറ്റിൽ അവർ കൊടുത്തേക്കുന്ന എമൗണ്ട്. ബേസ്റ്റിംഗ് ബ്രഷ്, കുക്കിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബ്രഷാണ്. നമ്മൾ ബേക്കിങ്ങിനും അതുപോലെ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബ്രഷാണ്. പിന്നെ ഉള്ളത് ഒരു സ്കെയിലാണ്. അത് 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയില്. 15 സെൻറ്റിമീറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് 30 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. അതിൻ്റെ വില 6 രൂപയാണ്. ഇനി 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വില വരുന്നത് 5 രൂപയാണ്. പല മെഷർമെൻറ്റിലുള്ള സ്കെയിലുകളാണ്. ഇനി നമ്മൾ ഡിന്നറിനൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂണും ഫോർക്കും, അത് ഒരു ക്വാണ്ടിറ്റിക്കാണ് ഇതിൽ 5 രൂപ പറഞ്ഞിരിക്കുന്നത്. സ്ട്രോ ക്ലീനിങ് ബ്രഷ്, ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ക്ലീനിങ് പൈപ്പാണ്. ഇതിൻ്റെ വില ഒരെണ്ണത്തിന് 5 രൂപയാണ്. കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് പീലറുണ്ട്. അതിന് 4.25 അതാണ് അതിൻ്റെ പ്രൈസ്. വളരെ കുറഞ്ഞ വില തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു സൈറ്റിൽ ഓരോ ഐറ്റം നമ്മൾ എടുത്ത് നോക്കിയാലും വളരെ കുറഞ്ഞ വിലയാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിലിക്കോൺ ഡിഷ് സ്ക്രബ്ബറാണ്. അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബർ കൂടിയാണ്. നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്രബ്ബറായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂള് തന്നെയാണ്. നമ്മുടെ കിച്ചണിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു ടൂളാണ്. അത് ഒരു പീസിനാണ് 4.5 രൂപ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് ഞാനിത് 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റോബോട്ട് ടോയ് ആണ്.
അത് എത്രത്തോളം അതിൻ്റെ സൈസ് എന്നുള്ളത് അത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് കാണാം. വളരെ കുറഞ്ഞ സൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 4 രൂപയാണ് അതിൻ്റെ പ്രൈസ്. എന്നാലും കുട്ടികൾക്ക് കുറച്ച് നേരത്തേക്കൊന്ന് കളിക്കാനും അവരെ ആക്റ്റീവാക്കി നിർത്താനൊക്കെ പറ്റുന്ന ഒരു ടോയ്. എഗ് സ്ട്രെയിനറാണ്. എഗ്ഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിനറാണ്. ഇതിൻ്റെ വില വെറും 4 രൂപയേ ഉള്ളൂ ഈ ഒരു സൈറ്റിൽ. വളരെ ചീപ്പ് റേറ്റാണ് ഇതിൽ ഈ ഒരു സ്ട്രെയിനറിനൊക്കെ. ടീ ആൻഡ് കോഫി സ്ട്രെയിനേഴ്സ് ഉണ്ട്, മൾട്ടി കളേർഡ് ആയിട്ടുള്ളത്. അതിന് 4 രൂപയാണ്. ഒരു സ്ട്രെയിനറിൻ്റെ വിലയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് 4 രൂപ. ഏകദേശം 19 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ഇനി വീണ്ടും സ്കെയില് 20 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. അതിന് 3.25 അതിൻ്റെ പ്രൈസ്. എല്ലാ മെഷർമെൻറ്റൊക്കെ നല്ല കറക്റ്റാണ്. നല്ല ക്വാളിറ്റിയുടെ തന്നെ സ്കെയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതുള്ളത് അഡിസീവ് സ്ക്രൂ വാൾ ഹൂക്കാണ്. യൂസ് ടു ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് പ്ലേസസ് എന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൗസിലും നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലും നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂ വാൾ ഹൂക്കാണ്. അപ്പോൾ അത് ഈ ഒരു പിക്ചർ അവർ കാണിച്ചിട്ടുണ്ട്. അതായത് നല്ല വെയിറ്റ്, ഹെവി വെയിറ്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഡ്യൂറബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം വെയിറ്റ് അതിൽ ഹാങ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഐറ്റം നമ്മളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒരു വില 3 രൂപയാണ്. ഏകദേശം 3 രൂപയ്ക്ക് അടുത്താണ്. കാർ വൈപ്പർ ഡിറ്റർജൻ്റ് ഉണ്ട്. ടാബ്ലറ്റ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വൈപ്പറിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലാദറൊക്കെ ഫോം ചെയ്യും. നല്ല പോലെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 3 രൂപയാണ്. വീണ്ടും ഒരു പിരമിഡ് ഷേപ്പിലുള്ള മൊബൈൽ സ്റ്റാൻഡാണ്. അതിൽ 3 ഡിഫറെൻറ്റ് ആംഗിൾസിൽ അത് ഇൻക്ലൈൻ ചെയ്ത് നമുക്ക് വെക്കാം. വെറും 2 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലും ഓഫീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് 3 ആംഗിളിലും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാവുന്നതാണ്. വീണ്ടും അഡിസീവ് വാൾ ഹൂക്ക് കാണിക്കുന്നുണ്ട്. വെറും 1 രൂപയുടെ 1.90 ഇതിൻ്റെ പ്രൈസ്. ഏകദേശം 2 രൂപയ്ക്ക് അടുത്ത് വരുന്നത്. വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഹാങ്ങർ കൂടിയാണെന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ഡയറക്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കൂടുതലും ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ടൈലിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കൊടുത്തേക്കുന്ന പിക്ചർ ആ ഒരു രീതിയിലുള്ളതാണ്. ബാത്റൂമിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനൊരു പിക്ചർ അതിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി കൗതുകം തോന്നും, ഇത്രത്തോളം വെയിറ്റ് അതിന് താങ്ങാൻ പറ്റുമോ എന്നുള്ളത്. എന്നാലും നമുക്കതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രൈസും ക്വാളിറ്റിയൊക്കെ
അത് ആ ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമേ നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇതെല്ലാം 49 രൂപയിൽ താഴെയുള്ള ഈ ഓർഡർ ലഭിച്ചതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബാക്കി കുറച്ചും കൂടിയും പ്രൈസ് കൂടുതൽ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. നമ്മളുടെ വാങ്ങിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം കാർട്ടിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി കുറയ്ക്കണം എന്നാണെങ്കിൽ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിന് ഷിപ്പിംഗ് ചാർജോ അല്ലെങ്കിൽ ടാക്സോ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ബട്ടൺ താഴെ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് വരുന്നതായിരിക്കും. അതിൽ നമ്മുടെ അഡ്രസ്സും എഡിറ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വഴി നമ്മുടെ അഡ്രസ്സൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ അതിൽ നമ്മുടെ മെയിൽ ഐ ഡിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സബ് ടോട്ടൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ ഷിപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡിസ്കൗണ്ടഡ് ഷിപ്പിംഗ് ഫീസ്, ഫാസ്റ്റ് ഷിപ്പിംഗ് ഫീ, റെഗുലർ ഷിപ്പിംഗ് ഫീ. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് ഷിപ്പിംഗ് ഫീയും ടാക്സിനും മാറ്റം വരുന്നത് റൈറ്റ് സൈഡിൽ കാണാം. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ എൻ്റർ കൂപ്പൺ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ടിൽ നിന്നും കുറവ് പേയ്മെൻറ്റ് നമുക്ക് നടത്തിയാൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂപ്പൺ കോഡ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ കണ്ട കൂപ്പൺ കോഡ് ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു കൂപ്പൺ കോഡിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആ എമൗണ്ടിന് വ്യത്യാസം വന്നായിരുന്നു. 733 ആയിരുന്നു ആക്ച്വലി പേ ചെയ്യേണ്ടത്. കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് റെഡ്യൂസ്ഡ് ആയിട്ടാണ് അതിൽ കാണിച്ചത്. 621 രൂപയാണ് അതിൽ കാണിച്ചത്. ആക്ച്വലി ഞാൻ പേ ചെയ്യേണ്ടിയിരുന്നത് 733 രൂപയാണ്. എന്നാൽ തുടർന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത് ആദ്യമേ തന്നെ നമ്മൾക്ക് തന്നിരുന്ന ആ ഒരു എമൗണ്ട് 733 രൂപ തന്നെ പേ ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കൂപ്പൺ കോഡ് ആക്റ്റീവ് ആയിരുന്നില്ല. ഇനി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂപ്പൺ കോഡ് ആക്റ്റീവ് ആണെങ്കിൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്താൽ മതിയാകും. ഏതൊക്കെയായാലും ഞാനൊരു 50 ഐറ്റത്തിനടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടി എനിക്ക് പേ ചെയ്യേണ്ടത് 733 രൂപയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും അത് വളരെ ലാഭകരം തന്നെയാണ്. ഈ ഒരു ചെറിയ എമൗണ്ടിന് ഇത്രയ്ക്കും 50 എണ്ണത്തോളം ഐറ്റംസ് നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് വളരെ ലാഭകരം തന്നെയാണ്. ഇനി ഈ ഐറ്റംസ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ നമ്മൾ കൊടുത്ത എണ്ണമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനെ പറ്റി ഞാൻ ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റു സൈറ്റുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും ന്യായമായ വിലയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വളരെ ലാഭകരമാണ്. ഏതൊക്കെയായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഐറ്റം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.